ചോദ്യം ശ്രദ്ധിച്ചു. നമ്മുടെ പരീക്ഷയ്ക്ക് 6 മാർക്കിന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. ഓക്കെ, ചോദ്യം എന്താണ്? സോൾവ് ദി ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക്കലി. ബാക്കി തന്നെ ഉണ്ട്, ഗ്രാഫ് യൂസ് ചെയ്താണ് ചെയ്യേണ്ടത്. ചോദ്യം ഇതാണ്: മാക്സിമൈസ് z equal to 5x plus 3y subject to 3x plus 5y less than or equal to 50, 5x plus 2y less than or equal to 10, where x greater than or equal to 0, y greater than or equal to 0 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഗ്രാഫിക്കലി സോൾവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് z എന്ന് പറഞ്ഞ സാധനം എഴുതാതെ തൊട്ട് താഴെ കിടക്കുന്ന രണ്ട് ഇക്വേഷൻസ് ആദ്യം കൺസിഡർ ചെയ്യുക. ആദ്യം ഒന്നാമത്തെ ഇക്വേഷൻ മാത്രം എടുക്കരുത്. 3x plus 5y less than or equal to 15 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് നേരത്തേക്ക് നിങ്ങൾ അത് ഈക്വൽ ടു ആണെന്ന് വിചാരിച്ചിട്ട് അതിന്റെ താഴെ ഇങ്ങനെ ഒരു പെട്ടി വരയ്ക്കണം. ഓക്കെ, മുകളിൽ x ഉം താഴെ y എന്നും കൊടുക്കണം, മാറിപ്പോകരുത്. എന്നിട്ട് x ന്റെ സ്ഥാനത്ത് 0 കൊടുക്കണം. x ന്റെ സ്ഥാനത്ത് കൊടുക്കണം. അപ്പൊ ചിന്തിക്കേണ്ടത് ഇതാണ്: 3 into 0 plus 5y equal to എത്രയാവും? 15 എന്നാണ്. അപ്പൊ ഈ ടൈം 0 ആയി പോയിട്ട് 5y യുടെ വില 15 എന്ന് കിട്ടും. y ന്റെ വില 15/5 എത്ര കിട്ടും? അപ്പൊ 0.3 എന്ന് പറഞ്ഞൊരു പോയിന്റ് കിട്ടും. അപ്പൊ ഉടനെ അവന്റെ താഴെ എങ്ങനെ നിങ്ങൾ എഴുതിക്ക് വേണം? 0, എത്രയെന്ന് 3 എന്ന് എഴുതുക. ഓക്കെ, അടുത്ത് y-ക്ക് നിങ്ങൾ എത്ര കൊടുക്കണം? 0. കണ്ടോ, y ന്റെ നേരത്താണ് 0 കൊടുക്കുന്നത്. y-ക്ക് 0 എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് 3x plus 5 into 0 ആണ് എത്ര? 15. എന്ന് വെച്ചാൽ 3x സമം 15 എന്നും x ന്റെ വില 15/3 സമം എത്ര? 5. അപ്പോ 5 എന്ന് കിട്ടി. ആ പോയിന്റ് കൊടുത്തു. അപ്പൊ അടുത്ത പോയിന്റ് ഏതാ? 5,0. മുകളിലത്തത് കോമ, താഴത്തെ ഒന്നാണ് കേട്ടല്ലോ. 0,3 5,0. അപ്പൊ 2 പോയിന്റ് കിട്ടി. അതവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ അടുത്ത ഇക്വേഷൻ എടുക്കണം. ഏതാ അടുത്ത ഇക്വേഷൻ? 5x plus 2y less than or equal to 10. അതിന്റെ താഴെ ഇതുപോലെ ഒരു വെട്ടി വരയ്ക്കുക. x എന്നും y എന്നും കൊടുക്കുക. എന്നിട്ട് x ന് 0 കൊടുക്കുക. ഞാൻ പറഞ്ഞു x ന് 0 കൊടുക്കുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ 5 into 0 plus 2y equal to എത്രയാണ്? 10. എന്ന് വെച്ചാൽ 2y സമം 10. y ന്റെ വില എത്ര? 10/2 എത്ര? 5. അപ്പോൾ ഇവിടത്തെ കോർഡിനേറ്റ് കിട്ടി 0,5. അടുത്തോ ആർക്ക് 0 കൊടുക്കണം? y-ക്ക്. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് 5x plus 2 into 0 സമം 1. എന്ന് വെച്ചാൽ 5x സമം 10. x ന്റെ വില എത്ര? 10/5 2. അവിടെ കോർഡിനേറ്റ് കിട്ടും 2,0. 2 കോർഡിനേറ്റ് കിട്ടിയോ? കിട്ടിയല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരെ ഗ്രാഫ് വരയ്ക്കുക എന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ നേരെ ചെയ്യേണ്ടത് ഒരു x ആക്സും ഒരു y ആക്സും കൃത്യമായിട്ട് സ്കെയിൽ എടുത്ത് അളവെടുത്ത് വരയ്ക്കണം. ഓരോ സെന്റിമീറ്ററും അളവെടുത്ത് തന്നെ നോട്ട് ചെയ്തെടുക്കണം. കേട്ടല്ലോ, മാറിപ്പോകുന്നത്. ഓരോരോ Evan origin ആണ് 0 എന്നറിയാം. Evan 1, Evan 2, Evan 3, Evan 4, Evan 5, Evan 6, Evan 7 അങ്ങോട്ട് പോകുന്നു വിചാരിക്ക്. 1, 2, 3, 4, 5, 6, 7 മുകളിലോട്ട് പോകുന്നു വിചാരിച്ചു. നിങ്ങൾ ഇതിനെക്കുറിച്ച് പിന്നെ ചിന്തിച്ചാൽ മതി. ആദ്യം എവനിലോട്ട് വരും. ഇനി വന്നിട്ട് 0,3 എന്നാണ്. എന്ന് വെച്ചാൽ x ന്റെ വില 0, y ന്റെ വില ഏത്? 3. x ന്റെ വില 0 എന്ന് വെച്ചാൽ അവന്റെ ഈ ആക്സിസ് ആണ്. y ന്റെ വില 3 എന്ന് വെച്ചാൽ ഇവിടെ. അപ്പോൾ എവനാണ് ആ പോയിന്റ്? ഏത് പോയിന്റ്? 0,3 എന്ന് പറഞ്ഞ പോയിന്റ് എവനാണ്. അറിയാം. അടുത്ത വീണ്ടും ഇവിടെ വന്നിട്ട് അടുത്ത പോയിന്റ് ഏതാ? 5,0 എന്ന് വെച്ചാൽ x ന്റെ വില 5. x ന്റെ വില 5 എവിടെ കിടക്കുന്നത്? ഇവിടെ. y വില 0 എന്ന് വെച്ചാൽ ഏതാ പോയിന്റ്? 5,0 എന്ന പോയിന്റ്. ഓക്കെ, എന്നിട്ട് ഇവരെ തമ്മിൽ എന്ത് ചെയ്യണം? ഒരു സ്കെയിൽ കൊണ്ട് ലൈൻ വരച്ച് ജോയിൻ ചെയ്യിപ്പിക്കണം. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യണം. അവിടെ തീർന്നിട്ടില്ല. ഇക്വേഷൻ നോക്കുക. അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണെങ്കിൽ അവിടെ എങ്ങോട്ടാ വരേണ്ടത്? അപ്പൊ ഇവ എങ്ങോട്ട് വരും? താഴോട്ട് വരും എന്നുള്ള രീതിയിൽ ചിന്തിച്ച് നിൽക്കുക.
ഇനി നേരെ അടുത്ത ആളിലോട്ട് പോകും. എക്സിന്റെ വില 0 ആകുമ്പോൾ വൈന്റെ വില എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 5 അല്ലേ? എക്സ് 0 ആകുമ്പോൾ വൈ എത്ര? എക്സ് 0 ഇവിടെയാണ്, വൈ വില 5 എത്രയാണ്? ഇവിടെ അല്ലേ? അപ്പൊ ഇവനാണ് 0,5. അടുത്ത പോയിന്റ് ഏതാ? 2,0. എക്സിന്റെ വില 2 വൈന്റെ വില 0. അപ്പൊ ഏതാ പോയിന്റ്? ഇവനാണ്. അപ്പൊ ഇവരെ തമ്മിൽ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യിച്ചെന്ന് പറയുന്ന ഒരു ലൈൻ വരയ്ക്കണം. അവിടെ ഇക്വേഷൻ നോക്കുമ്പോൾ എന്താണ് കിടക്കുന്നത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്നല്ലേ? അപ്പൊ അവന് എങ്ങോട്ടാ? താഴോട്ടാണ്. അപ്പൊ രണ്ടുപേരും താഴോട്ട് ഇങ്ങനെ അങ്ങോട്ട് നിൽക്കല്ലേ? രണ്ടുപേരും താഴോട്ട് വരുമ്പോഴേക്ക് രണ്ടിലും കോമൺ ആയിട്ട് നമുക്ക് ഈ ചിലന്ന് കിട്ടും. ഇത്രയും ഭാഗം എന്ന് മാത്രം കിട്ടും. ഓക്കെ, അത്രയും ഭാഗം നിങ്ങൾ എന്ത് ചെയ്യണം? ഷെയ്ഡ് ചെയ്യണം. അപ്പോഴേക്കും നമ്മൾ നോക്കുമ്പോൾ അവിടെ കുറച്ച് കോർഡിനേറ്റ് ഉണ്ട്. ഒറിജിനൽ കോർഡിനേറ്റ് ആണ്. ഏതാ? 0,0. ഇവിടെ ഒരു കോർഡിനേറ്റ് ഉണ്ട്. ഏതാ? 2, അവനെ ഞാൻ A എന്ന് വിളിച്ചു. ഇവിടെ ഒരു കോർഡിനേറ്റ് ഉണ്ട്, അവനെ ഞാൻ B എന്ന് വിളിച്ചു. അവൻ ഏതാ? 0,3. അത് വരയ്ക്കുമ്പോഴേ അടയാളപ്പെടുത്തി പോകുമ്പോൾ കൃത്യമായിട്ട് കിട്ടും 0,3. പിന്നെ ഒരു കോർഡിനേറ്റ് ഉണ്ട്, യവൻ. യവനാണ് നമുക്ക് കണ്ടെത്താം. എങ്ങനെ കണ്ടെത്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നെങ്കിൽ കൃത്യമായിട്ട് സ്കെയിൽ കൊണ്ട് ഇവിടെ നിന്ന് താഴോട്ടൊരു പെർപെൻഡിക്കുലർ, ഇവിടെ ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ കൂടി വരച്ചാൽ അവൻ ജോയിൻ ചെയ്ത് കിട്ടുന്ന പോയിന്റ് ആയിരിക്കും അവൻ. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ രണ്ട് ഇക്വേഷൻ എടുത്ത് എന്ത് ചെയ്യേണ്ടി വരും? സോൾവ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കിട്ടുന്ന പോയിന്റ് ഇവൻ എക്സിൽ വന്നിരിക്കുന്നത് 1-ലും y വന്നിരിക്കുന്നത് 2-ലും. അപ്പൊ ഞാൻ ഇവിടെ സി എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുത്താൽ 1,2 എന്ന് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ തന്നെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം, സോൾവ് ചെയ്ത് നോക്കാം. ഇക്വേഷൻ, ആദ്യത്തെ ഇക്വേഷൻ പറ. 3x 5y less than or equal to 15 അല്ലേ? അവൻ equal to 15 എന്ന് ഞാൻ എടുത്തു. അടുത്ത ഇക്വേഷൻ എന്തായിരുന്നു? 5x plus 2y equal to 10 എന്ന് ഞാൻ രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുത്തു. എന്നിട്ട് ഒന്നാമത്തെ ഇക്വേഷൻ 5 കൊണ്ട് രണ്ടാമത്തെ ഇക്വേഷൻ എത്ര കൊണ്ടും? 3 കൊണ്ട്. എന്ന് വെച്ചാൽ ചിന്തിക്കേണ്ടതാണ്, ഒന്നാമത്തെ ഇക്വേഷനെ ഈ താഴത്തെ ഒന്നാമത്തെ ആളോട് ഗുണിക്കണം. ഒന്നാമത്തെ ഇക്വേഷനെ താഴത്തെ എക്സിന്റെ കോഎഫിഷ്യന്റ് കൊണ്ട് ഗുണിക്കണം. 3 × 5 എത്ര? 15x പ്ലസ് 5 × 5 എത്ര? 25y ഈക്വൽ ടു 15 × 5 75. രണ്ടാമത്തെ ഇക്വേഷനെ ഒന്നാമത്തെ എക്സിന്റെ കോഎഫിഷ്യന്റ് കൊണ്ട് ഗുണിക്കണം. 5 × 3 അവന് 15x പ്ലസ് 3 × 2 6y ഈക്വൽ ടു 3 × 10. പുതിയ ഇക്വേഷൻ എവിടെ 3 എന്നും എവിടെ 4 എന്നും വിളിച്ചിട്ട് 3 നിന്ന് 4 എന്നും മൈനസ് ചെയ്യുക, കുറയ്ക്കുക. ഇവിടെ 15x ന് 15x കുറച്ച് എന്തായി പോകും? 0 ആയി പോകും. ഇവിടെ 25y യിൽ നിന്നും എത്ര y കുറയ്ക്കണം? 6y. ഇവിടെ 75 ൽ എത്ര കുറയ്ക്കണം? 30. കുറയ്ക്കുമ്പോൾ എത്രയാണ് വരുന്നത്? 19y ഈക്വൽ ടു 1 to 1 പഠിച്ച് ചിന്തിക്കല്ലേ, എത്രയെന്ന് വരും? 45 അല്ലേ? എന്ന് വെച്ചാൽ y ന്റെ വില എത്രയാണ്? 45/19. ഓക്കെ, ഇതാണ് y വാല്യൂ. ഇനി x വാല്യൂ കാണാം. ഒന്നാമത്തെ ഇക്വേഷനിൽ എടുത്ത് കൊടുത്താൽ മതി. ഒന്നാമത്തെ ഇക്വേഷനിൽ എടുത്ത് കൊടുക്കുമ്പോൾ എങ്ങനെ വരും? 3x plus 5 into y ന്റെ വില എത്ര? 45/19 equal to 15 വരും. ഇതിന് 3x സമയം എത്രയെന്ന് വരും? 15 minus 5 into 45/19. ക്ലോസ് ചെയ്യുമ്പോഴോ 3x സമം 19 into 15 minus 5 into 45/19 വരും. ഗുണിച്ച് കുറച്ച് എഴുതുക. ഓക്കെ, അപ്പൊ 3x സമയം എത്ര കിട്ടൂടെ? 19 × 15 ചെയ്ത് നോക്കിക്കേ.
മൈനസ് 45 ഇൻറ്റു 5 450ന്റെ പകുതി 19 5 0 8 2 പോയ 6 60/19 അപ്പൊ എക്സിന്റെ വില 60/19 ഇൻറ്റു 3 എന്ന് കിട്ടും. 3 വെച്ച് 60 വെട്ടിക്കൂടെ? ഉത്തരം 20 എത്ര കിട്ടും? 19 കിട്ടും. അപ്പൊ എക്സിന്റെ വില 20/19. y വില എത്രയാ? അപ്പൊ 4 കോർഡിനേറ്റ് കിട്ടിയിട്ടുണ്ട്, എ ബി സി. ഇനി നമ്മൾ ചെയ്യേണ്ടത് z എടുത്തെഴുതുക. z എന്താണ്? 5x + 3y. നമുക്ക് കിട്ടിയ 4 പോയിന്റുകൾ കൂടി എടുത്തെഴുതുക. ഏതൊക്കെയാ? 0,0, a യുടെ വാല്യൂ എത്രയാ? 2,0, b യുടെ വാല്യൂ എത്രയാ? 0,3, c യുടെ വാല്യൂ എത്രയാണ്? 20/19, 45/19. ഇത്രയും കോർഡിനേറ്റ് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഓരോ കോർഡിനേറ്റ് ആയിട്ട് കൊടുക്കുക. അറ്റ് O 0 0 z ന്റെ വില എന്ന് വെച്ചാൽ 5 × 0 + 3 × 0 = 0. അടുത്ത അറ്റ് a = 2,0 പറയുമ്പോൾ x ന്റെ വില 2, y ന്റെ വില 0 കൊടുക്കുക. അപ്പോൾ 5 × 2 + 3 × 0 = 5 × 2 എത്രയെന്ന് കിട്ടും? 19. അടുത്ത അറ്റ് b ഏത് 0,3 കൊടുക്കുമ്പോൾ z ന്റെ വില 5 × x ന്റെ വില 0 + 3 × y ന്റെ വില 3 = എത്രയെന്ന് കിട്ടും? 9 എന്ന് കിട്ടും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ അറ്റ് c 20/19, 45/19 കൊടുക്കുക. എന്നുവെച്ചാൽ z ന്റെ വില 5 × 20/19 പ്ലസ് 3 × 45/19 = 20 × 5 എത്രയാണ്? 100. 100/19 പ്ലസ് 3 × 45 90 45 3 × 45 135 135/19. ഡിനോമിനേറ്റർ സെയിം ആയിട്ട് ന്യൂമറേറ്റർ കൂട്ടുക. അപ്പോൾ 235/19 ചെറുതാക്കാൻ പറ്റും. നോക്കി 235/19 എത്രയും നോക്കുക. കാൽക്കുലേറ്റർ നോക്കട്ടെ. 235/19 എത്ര ആണ്? അപ്പൊ ഇതിന്റെ മാക്സിമം വാല്യൂ ഏതാ? 12.36. അപ്പൊ അവിടെ മാക്സിമൈസ് ആയിട്ട് ചോദ്യം. മാക്സിമം വാല്യൂ ഈസ് എത്ര? ഓക്കെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആ ഗ്രാഫ് ഒന്ന് കറക്റ്റ് ആയിട്ട് വരയ്ക്കണം. അത്രയും വരച്ചാൽ തന്നെ 3/4 മാർക്ക് കിട്ടും. എന്ന് വെച്ചാൽ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് 4.5 മാർക്കോളം അത്രയും വരച്ചാൽ കിട്ടും. ബാക്കി കാൽക്കുലേഷൻ ചെയ്യുന്നതിനാണ് മാർക്ക്. കേട്ടല്ലോ? ഓക്കെ ആണോ?